അമ്മായിമ്മന്റെ പണി എന്താ? മരോള് ശരിയാണോ നോക്കുക. മരോളെ പണി എന്താ? പറ. അമ്മായിമ്മ ശരിയാണ്. മൂത്തച്ഛന്റെ പണി എന്താ? ഇളച്ചി ശരിയാണോ നോക്കുക. നാത്തൂന്റെ പണി എന്താ? മറ്റേ നാത്തൂ ശരിയാണോ നോക്കുക. ഇതാണ് പണി. ആര് സ്വന്തത്തിലേക്ക് വെടിവെക്കണില്ല, ഇതാണ് പ്രശ്നം. ഒരു നല്ല മനുഷ്യന്റെ അടയാളം മുത്തറസൂൽ പറഞ്ഞത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കയ്യിസു മൻ ദാന നഫ്സഹു. ബുദ്ധിമാനായ മനുഷ്യന്റെ അടയാളം തന്നെ പറഞ്ഞിരിക്കുന്നത് സ്വന്തത്തെ വിചാരണ ചെയ്യുന്നവനാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഒന്ന് മാറിയിട്ട് ഒരു അപ്ഗ്രഡേഷൻ നമുക്ക് കിട്ടിയാലും മാഷാ അല്ലാഹ് ഇന്നത്തെ രാവ് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. അല്ലാഹു തആല എത്തിച്ചു തരുമാറാവട്ടെ. സ്വയം വിചാരണ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ഇപ്പൊ ഭർത്താവ് ഭാര്യനെ വിചാരണ ചെയ്യുന്നത്, ഭാര്യ ഭർത്താവിനാണ് വിചാരണ ചെയ്യുന്നത്, ബാപ്പ മക്കളെ വിചാരണ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം നിർദ്ദേശങ്ങളൊന്നും കൊടുക്കേണ്ടെന്നല്ല, അതൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോ. പക്ഷെ വിചാരണ ചെയ്യുന്നൊന്ന് കുറച്ചിട്ട് ഞാനൊരു നല്ല ഭർത്താവ് ആയോ എന്ന് ഭർത്താവ് ആലോചിക്കുക, ഞാൻ നല്ല ഭാര്യയായോ എന്ന് ഭാര്യ ആലോചിക്കുക, മക്കള് ഞാൻ നല്ല മക്കളായോ എന്ന് അവർ ചിന്തിക്കുക, ഞാൻ നല്ല മാതാപിതാക്കളായോ എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുക. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. വകുല്ല ഇൻസാനിൻ അൽസംനഹു ത്വാഇറഹു ഫി ഉനുഖി. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എവരിബഡി ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ലൈഫ്. അതിന്റെ അർത്ഥം ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം.